യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഈ ദൈവവചനം ശ്രവിക്കുന്ന ഓരോ മക്കളും ജോഷുവയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് പറഞ്ഞ് ഒന്ന് ആ ദൈവവചനം പറയുക. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്മളോടാണ് പറയുന്നത്, ഞാൻ മോശയോട് കൂടെ, ഞാൻ ജോബിൻ്റെ കൂടെ, ഞാൻ ജോസഫിൻ്റെ കൂടെ എന്ന പോലെ നിന്നെ കൂടെയും ഉണ്ടെന്ന് ഈ ലോകം മുഴുവനും അറിയുന്നതിന് ഇനി ഞാൻ ഈ ദേശത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പാകെ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു എന്ന് നമ്മളോട് ഓരോരുത്തരോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുക. ആമേൻ ചൊല്ലി നമുക്കിത് സ്വീകരിക്കാം. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെ ലോകത്തിൻ്റെ മുന്നപാകെ ഉന്നതനാക്കാൻ തീരുമാനിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും ആരാധനയും സമർപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ പെരുമഴ നൽകി ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറും. നിങ്ങളോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം, ശിഷ്യന്മാരോട് കൂടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന പോലെ, എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം യേശു നടന്നതുപോലെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് ഈ ലോകത്തിൻ്റെ മുൻപാകെ നിങ്ങളെ ഉന്നതനാക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പാകെ ഉന്നതനായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.